പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്ത UN രക്ഷാസമിതി യോഗത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു. പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണവും ആണവായുധം ഉപയോഗിക്കുന്ന പ്രസ്താവനകളും പ്രകോപനപരം എന്ന് അംഗരാജ്യങ്ങൾ. അതിർത്തിയിൽ വീണ്ടും 8 ഇടങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. യുദ്ധ സാഹചര്യം നേരിടാൻ നാളെ തിരുവനന്തപുരത്തും കൊച്ചിയിലും മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. ഇന്ന് പുലർച്ചെ ചേർന്ന UN രക്ഷാസമിതി യോഗത്തിൽ പാകിസ്ഥാൻ പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നേരിട്ടത് കടുത്ത ചോദ്യങ്ങൾ. പഹൽഗാം ഇന്ത്യയുടെ നാടകം എന്ന വാദത്തെ അംഗീകരിക്കാതെ രക്ഷാസമിതി ഭീകരാക്രമണത്തിൽ ലഷ്കർ-ഇ തോയ്ബയുടെ പങ്ക് വ്യക്തമാക്കണമെന്ന് മറ്റ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടത് ഉന്നയിച്ച സമിതി അംഗങ്ങൾ പാകിസ്ഥാനെ വെട്ടിലാക്കി. പാകിസ്ഥാന്റെ ആവശ്യപ്രകാരമാണ് രക്ഷാസമിതി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത്. ഭീകരാക്രമണത്തെ അപലപിച്ച രക്ഷാസമിതി ഔദ്യോഗിക പ്രസ്താവനയൊന്നും പുറപ്പെടുവിച്ചുമില്ല. ഇന്നലെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടാറസും ഭീകരാക്രമണത്തെ അപലപിച്ചു. യോഗത്തിന് ശേഷം ഇന്ത്യ വിരുദ്ധ പ്രസ്താവന മാത്രമാണ് പാക് പ്രതിനിധി നടത്തിയത്. അതിർത്തിയിൽ പാക് പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകി. കുപ്വാര, ബാരാമുള്ള, പുഞ്ച്, രജൌരി, മന്ദാർ, നൌഷേര, സുന്ദർബനി, അഖ്നൂർ എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. നാളെ രാജ്യത്താകമാനം 244 സിവിൽ ഡിഫൻസ് ജില്ലകളിൽ നടക്കുന്ന മോക്ക് ഡ്രില്ലിന്റെ തയ്യാറെടുപ്പ് ആഭ്യന്തര മന്ത്രാലയം ചർച്ച ചെയ്തു. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരും സിവിൽ ഡിഫൻസ് വിഭാഗം തലവന്മാരും പങ്കെടുത്തു. ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി ചർച്ച നടത്തിയത്. NDRF, NDMA, ഹോംഗാർഡ്സ് ഡയറക്ടർ ജനറൽമാരും ആഭ്യന്തര മന്ത്രാലയത്തിലെ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പമെന്ന് US ആവർത്തിച്ചു. ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് സ്പീക്കർ മൈക്ക് ജോൺസൺ വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടം എല്ലാ സഹായവും ചെയ്യുമെന്നും സ്പീക്കർ പറഞ്ഞു. The Trump administration clearly understands the importance of that relationship and clearly understands the importance of the threat of terrorism. And so I think if that threat is increased, I think you'll see the administration. My belief is that they will focus more energy and resources and time to help assist with that. That's certainly our hope. അതിനിടെ പഞ്ചാബിലെ അമൃത്സറിൽ ഭീകരവിരുദ്ധ വേട്ടയിൽ വൻ ആയുധശേഖരം കണ്ടെത്തി. ഗ്രനേഡ് ലോഞ്ചറുകൾ, സ്ഫോടക വസ്തുക്കൾ, ഗ്രനേഡുകൾ, വയർലെസ് സെറ്റ് എന്നിവ പിടിച്ചെടുത്തു. ISI സഹായത്തോടെ ഭീകരപ്രവർത്തനം വീണ്ടും സജീവമാക്കാനുള്ള ശ്രമമാണ് പിറകിലെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.